കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 13ാം കേരള നിയമസഭയിലേക്ക് എന്നെ തെരഞ്ഞെടുത്ത കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സമ്മതിദായകരോടും ഒരിക്കലും മറക്കാനാവാത്ത ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയുടെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനും മതജാതി പരിഗണനകൾക്കും അതീതമായിട്ടാണ് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾ എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനായ ഒരാളെ അവരുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായും അതിനെനിക്ക് തീർത്താൻ തീരാത്ത കടപ്പാട് ജനങ്ങളോടുണ്ട്. ആ കടപ്പാട് വാക്കുകൾക്ക് അതീതമായി ജീവിത പ്രവൃത്തിയായി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ കൂടി എടുക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെല്ലാവരും എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് എനിക്കറിയാം. ആ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയുള്ള എളിയ മനസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. ആ മനസ്സ് അവസാന ദിവസങ്ങൾ വരെ, 5 വർഷം പൂർത്തിയാകുന്ന അവസാന ദിവസങ്ങൾ വരെ എൻ്റെ കഠിനാധ്വാന ശ്രമം നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും എന്ന് കൂടി പ്രത്യേകം എടുത്തു പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലിച്ചവരെന്നോ പ്രതികൂലിച്ചവരെന്നോ വ്യത്യാസമില്ലാതെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാണ്. എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാകും. ആ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ നടന്നിട്ടുണ്ടാകും. അതിൻ്റെ രീതിയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുമുണ്ടാകും. പക്ഷെ ഒരു ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അനുകൂലിച്ചവന്റെ മാത്രമായ ജനപ്രതിയല്ല ആവേണ്ടത്. പ്രതികൂലിച്ചവന് കൂടി തുല്യനീതി കൊടുക്കുന്നവനായിരിക്കണം ജനപ്രതി എന്നാണ് എൻ്റെ ജനാധിപത്യ വിശ്വാസം. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ ഏത് സാധാരണക്കാരനും അല്ലാത്തവരുമായ ഏതൊരാൾക്കും അവരുടെ സ്വന്തം ആളായി കാണാം. നിങ്ങൾക്ക് അതുകൊണ്ട് ഏത് കാര്യത്തിലും ഒരിക്കലും നീതിയും ന്യായവുമുള്ള ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നെ അനുകൂലിക്കാത്തവനാണെങ്കിൽ പോലും അവന്റെ നീതിക്ക് വേണ്ടിയും അവന്റെ ന്യായത്തിന് വേണ്ടിയും നിൽക്കുന്നവനായിരിക്കും ഞാൻ. എന്നെ കാണാനും സമീപിക്കാനും എന്നെ ബന്ധപ്പെടാനും നിങ്ങൾക്കൊരു ഇടനിലക്കാരൻ്റെയും ഇടത്തട്ടുകാരൻ്റെയും ആവശ്യമില്ല. ഒരു ശുപാർശ കത്തുമില്ലാതെ, രണ്ടാമതൊരാളുടെ പരിചയപ്പെടുത്തലില്ലാതെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു കുട്ടിക്കും പാതിരാത്രിയും പകലുമില്ലാതെ എന്നെ നേരിട്ട് ബന്ധപ്പെടാം. അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും കൊടുങ്ങല്ലൂർക്കാർക്കുണ്ട് എന്നതുകൂടി പ്രത്യേകം എടുത്തു പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ ജീവിക്കുന്ന ആളായിട്ടുണ്ടാകുമെന്ന്. ഞാനിതാ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദിവസം മുതൽ പിറ്റേ ദിവസമായ 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30 മണിയോടുകൂടി മാള നഗരത്തിലുള്ള കരുണ എന്ന് പറയുന്ന ഭവനത്തിലേക്ക് എൻ്റെ താമസം മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ 11 മണിയോടുകൂടി കൊടുങ്ങല്ലൂരിൽ ഒരു ക്യാമ്പ് ഓഫീസും തുടങ്ങുകയാണ്. മാളയിലെ കരുണ എന്ന ഭവനത്തിലും കൊടുങ്ങല്ലൂരിലെ മുസിരിസ് എന്ന ക്യാമ്പ് ഓഫീസിലും ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭയും നിയമസഭാ പ്രവർത്തനങ്ങളും ഇല്ലാത്ത എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി സേവന സന്നദ്ധനായി കൂടെ ഉണ്ടാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നെ കടപ്പാട് പ്രകടിപ്പിക്കുന്നു. കടപ്പാട് വാക്കുകളിലല്ല പ്രകടിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. നിങ്ങളുടെ ന്യായമായ കാര്യങ്ങളിൽ കൂടെ നിന്നുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ എന്നോട് കാണിച്ച ഈ ഇഷ്ടത്തിനും സ്നേഹത്തിനും വാത്സല്യത്തിനുമുള്ള എൻ്റെ കടപ്പാട് വരിക. ഞാൻ അതിനായി സമർപ്പണ മനസ്സോടുകൂടി നിങ്ങളുടെ മുന്നിൽ വിനയത്തോടുകൂടെ ശിരസ് കുനിക്കുന്നു.